സംസ്ഥാനത്തെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ വലിയ പരിവർത്തനം സൃഷ്ടിച്ച പ്രസ്ഥാനമായിരുന്നു കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക രംഗത്തെ ലിംഗസമത്വം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ സുപ്രധാന ലക്ഷ്യങ്ങളോടെയാണ് കുടുംബശ്രീ ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെയാണ് പദ്ധതി ആരംഭിച്ചതെങ്കിലും ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് ഇത് വനിതാ പ്രസ്ഥാനമായി രൂപപ്പെടുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്നും 18 വയസ്സ് പൂർത്തിയായ ഓരോ സ്ത്രീയെ വീതം ഉൾപ്പെടുത്തി 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം. ഇവയെ വാർഡ് തലത്തിൽ ഏരിയ വികസന സൊസൈറ്റികളായും നഗരസഭ പഞ്ചായത്ത് തലത്തിൽ കമ്മ്യൂണിറ്റി വികസന സൊസൈറ്റികളായും സംയോജിപ്പിച്ചിരിക്കുന്നു. ഈ സംഘടനാ സംവിധാനങ്ങളെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളാണ് നയിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അധ്യക്ഷനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 48.08 ലക്ഷം കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന ലോകത്തെ തന്നെ വലിയൊരു സ്ത്രീ ശാക്തീകരണ സംരംഭമാണ് കുടുംബശ്രീ. 3.25 ലക്ഷത്തോളം അയൽക്കൂട്ടങ്ങൾ, അവയെ ഏകോപിപ്പിച്ച് 20,000-ലധികം ADSകൾ, 1000-ലധികം CDSകൾ എന്നിവയും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 10 വർഷവും ഭരണപരമായ പിന്തുണയോടെയും ശക്തമായ സാമ്പത്തിക സഹായത്തോടെയും കുടുംബശ്രീയെ കൂടുതൽ വിപുലമാക്കുവാനും ശാക്തീകരിക്കുവാനുമുള്ള നടപടികളാണ് LDF സർക്കാർ സ്വീകരിച്ചത്. ഫെബ്രുവരി 29 അവതരിപ്പിച്ച LDF സർക്കാരിന്റെ ഒടുവിലത്തെ ബജറ്റിൽ വിവിധ ഇനങ്ങളിലായി 275 കോടി രൂപ കുടുംബശ്രീക്ക് നീക്കിവെച്ചത് ഇതിന്റെ ഉദാഹരണമായിരുന്നു. മുൻകാലങ്ങളിൽ സ്വയം സഹായ സംഘങ്ങൾ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി നവീന സംരംഭങ്ങളിലേക്ക് കടക്കുകയും അതുവഴി ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സൂക്ഷ്മ സംരംഭങ്ങൾ, ഉപജീവന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന ശൃംഖല ശക്തിപ്പെടുത്തുന്നതിന് 22.27 കോടി രൂപയാണ് നീക്കിവെച്ചത്. സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെയും നടപ്പാക്കുന്ന ഗ്രാമീണ വനിതാ തൊഴിലിടങ്ങൾക്ക് 10 കോടി രൂപ വകയിരുത്തി. ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച തൊഴിലും വരുമാനവും നേടാൻ സഹായകമാകുന്നതായിരുന്നു ഇത്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പാക്കുന്ന വനിതാ സമൃദ്ധി സ്ത്രീ ശാക്തീകരണ പരിപാടി എന്ന പുതിയ പദ്ധതിക്ക് 10 കോടിയും നീക്കിവെച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പുതിയതായി അധികാരത്തിലേറിയ UDF സർക്കാർ കുടുംബശ്രീ പ്രസ്ഥാനത്തെ പൂട്ടിക്കെട്ടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിൽ കുടുംബശ്രീയെക്കുറിച്ച് പരാമർശം പോലും ഉണ്ടായില്ല. മതിയായ സാമ്പത്തിക സഹായം ലഭിക്കാതെ പദ്ധതി മുടങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ജീവനക്കാരെ പിരിച്ചുവിടുകയും അതിലൂടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സ്ഥിതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കുടുംബശ്രീ മിഷനിലെ 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. അവർ ജോലി ചെയ്ത കാലയളവിലെ വേതനം തടഞ്ഞുവെക്കുകയും ചെയ്തു. PMAY ഉൾപ്പെടെ പദ്ധതികൾക്ക് കീഴിലുള്ള 3000-ഓളം പേരുടെ കരാറും പുതുക്കിയിട്ടില്ല. ഇവരെയും പിരിച്ചുവിട്ടേക്കുമെന്നാണ് സൂചന. ഇതൊക്കെ തങ്ങളുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനായിരിക്കുമെന്ന് അനുമാനിക്കാമെങ്കിലും പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം അവതാളത്തിലാക്കുന്നത് ഇതിനെ തകർക്കുന്നതിനാണെന്ന സംശയം ബലപ്പെടുകയാണ്. സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും കുടുംബശ്രീയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ബലപ്പെടുത്തുന്നു. കുടുംബശ്രീ 2 എന്ന പേരിൽ പദ്ധതി തുടരുമെന്ന് വകുപ്പ് മന്ത്രി ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നില്ല. എന്നാൽ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കുടുംബശ്രീ 2 എന്നത് ഒരു പദ്ധതിയുടെ മാറ്റമല്ലെന്നും വളർച്ചയുടെ പരിവർത്തന ഘട്ടമാണെന്നും സഹായം സ്വീകരിക്കുന്ന കുടുംബശ്രീയിൽ നിന്നും സാധ്യതകൾ സൃഷ്ടിക്കുന്നതിലേക്ക് മാറണമെന്ന് മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സഹായം വേണമെന്ന ചിന്തയിൽ നിന്നും അവസരങ്ങൾ സ്വയം കണ്ടെത്താനുള്ള ആത്മവിശ്വാസം ഓരോ സ്ത്രീയിലും ഉണ്ടാകണമെന്ന് കൂട്ടിച്ചേർക്കുന്നതിലൂടെ കുടുംബശ്രീക്ക് ഇനി സർക്കാർ സഹായങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന വ്യക്തമായ സൂചനയും നൽകുന്നു. ഇതെല്ലാം കൊണ്ടാണ് കുടുംബശ്രീയുടെ ഭാവി സംബന്ധിച്ച ആശങ്കകൾ ശക്തിപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ ഉദാത്ത മാതൃകയെ തല്ലിക്കെടുത്തണമെന്ന വാശി ഉപേക്ഷിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. അതിനനുസൃതമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം.